നമസ്കാരം, ബി കെ എം ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ, എന്നോട് കുറെ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മളൊരു 1-2 ദിവസം ലീവ് എടുത്ത് നിന്നിട്ട് ഇതൊക്കെ ചെയ്താലോ എന്ന്. ഇപ്പൊ സമയക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ എല്ലാം നമുക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ കുറച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണിത്. അധരം മധുരം എന്ന് പറയുന്ന ഒരു കൃഷ്ണാഷ്ടകം. പക്ഷെ അതിൽ കുറച്ച് ഭാഗമേ ഞാനിപ്പോ ഇന്ന് പറയുന്നുള്ളൂ. അത്രയും വെച്ചിട്ട് നിങ്ങളൊന്ന് അത് ചെയ്യാൻ നോക്കുക കേട്ടോ. അതിന്റെ അത് മുഴുവനും പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ലിറിക് മീനിങ് അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗം മധുരം മധുരം. ഓക്കെ, ഭഗവാനെ വർണ്ണിക്കുന്ന ഒരു കീർത്തനമാണ്. അപ്പൊ എല്ലാം സ്വീറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കാണുമ്പോൾ കിട്ടുന്നതല്ല, നമ്മൾ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്വീറ്റ്നെസ്സിന് ഒരു പൂവും അതിൽ നിന്ന് തേനും എന്ന് നമ്മൾ കാണിക്കും. അപ്പൊ സ്വീറ്റ്നെസ് നമ്മുടെ മുഖത്താണ്. ആ സ്വീറ്റ്നെസ് നമ്മൾ കാണിക്കാറുണ്ട്. അതല്ലെങ്കിൽ രുചിച്ച് നോക്കിയിട്ട് അതിന്റെ സ്വീറ്റ്നെസ് നമ്മൾ മുഖത്ത് വരുത്താറുണ്ട്. പക്ഷെ ഭഗവാൻ നടക്കുന്നത് കാണുമ്പോൾ സ്വീറ്റ് ആണെന്നുള്ളത് തിന്ന് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയും കാര്യങ്ങളെല്ലാം എക്സ്പ്രഷനിലൂടെയാണ് വരേണ്ടത്. ഡാൻസിലേക്ക് അത് വരുമ്പം ഇതെല്ലാം അതിമനോഹരമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ എടുക്കുക. നമ്മൾ പറയല്ലോ ഇത് സോ സ്വീറ്റ് എന്ന് ഒരാളോട് പറഞ്ഞാൽ അയാളെ നമ്മൾ തൊട്ട് നോക്കിയിട്ട് നക്കി നോക്കിയിട്ടല്ലോ സ്വീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പം ഇതിന്റെ ആദ്യത്തെ ശ്ലോകം വരുന്നതിനാണ് അധരം, ചുണ്ട്. അധരം മധുരം, വളരെ മധുരമുള്ളതാണ്. അധരം മധുരം. അടുത്തത് വദനം, മുഖം. മുഖം അതിമനോഹരമാണ്. അപ്പൊ നമ്മൾ മുഖം ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം, ഒറ്റ കൈ കൊണ്ട് കാണിക്കാം. മുഖം അത് അതിമനോഹരമാണ്. നയനം, അപ്പൊ ആ രണ്ട് കണ്ണുകളും വേറെ വേറെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ താമരമുട്ട് പോലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിടർന്ന കണ്ണുകളെ ഇങ്ങനെ കാണിക്കാം, അതല്ലെങ്കിൽ ദൃഷ്ടി ആയിട്ട് കാണിക്കാം. നോട്ടം വളരെ മനോഹരമാണ്. നയനം മനോഹരം. പിന്നെ ഹസിതം, ഹസിതം ചിരിയാണ്. അപ്പൊ വീണ്ടും നമുക്ക് ചുണ്ട് കാണിച്ച് ഇങ്ങനെ ചിരിക്കാം, ഇല്ലെങ്കിൽ വെറുതെ നിന്നിട്ട് ചിരിച്ച് കാണിച്ചാലും ഹസിതം അത് അതിമനോഹരമാണ് എന്നുള്ള അർത്ഥത്തിലേക്കാണ് വരിക. അടുത്ത ഹൃദയം, അതായത് ഭഗവാന്റെ ഹൃദയവും അതിമധുരമാണ്. അപ്പൊ ഹൃദയം അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഹംസാസ്യം കൊണ്ട് ഉള്ളിലേക്ക് കാണിക്കാം, അതല്ലെങ്കിൽ കടകാമുഖം കൊണ്ട് കാണിച്ചിട്ട് നമ്മള് ആ ഹൃദയം അതിമധുരം. പിന്നെ ഗമനം മധുരം, നടക്കുന്നത്, ഭഗവാൻ നടക്കുന്നത് അതിമനോഹരമാണ്. മധുരാധിപതി, അതായത് മധുര നഗരത്തിന്റെ, അപ്പൊ നമ്മൾ രണ്ട് കൈ കൊണ്ട് മലപത്മം മുകളിലെടുത്ത് ക്രോസ് ചെയ്താൽ നഗരം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ മധുരാധിപതി. അധിപതി എന്ന് പറയുമ്പം ശിഖരം കൊണ്ട് ഇങ്ങനെ കാണിക്കുക, അതിന്റെ ഉടമസ്ഥൻ അധിപതി. രഖിലം മധുരം, അതായത് ഇതെല്ലാം നമുക്ക് അതിമനോഹരമാണ്. അപ്പോ ഭഗവാനെ മൊത്തത്തിൽ ഒന്ന് നമ്മൾ ഇതിങ്ങനെ രഖിലം എന്നുള്ളത് കാണിക്കുക. അത് കാണിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ അതെല്ലാം അതിമനോഹരം എന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അടുത്തത് നമുക്ക് വരുന്നത് വചനം, അതായത് വചനം, ഭഗവാന്റെ വാക്കുകൾ. വചനം മധുരം. ഈ വാക്കുകൾ എന്ന് പറയുമ്പോൾ പാട്ട് പാടുന്നതല്ല കേട്ടോ. അതുകൊണ്ട് നമ്മള് വചനം മധുരം എടുക്കുക. ചരിതം, അതായത് ഭഗവാന്റെ ചരിത്രം. അപ്പൊ നമ്മള് ആ ചരിത്രം എഴുതിയത് അല്ലെങ്കിൽ കേൾക്കുന്നത്. ചരിതം മധുരം, ഇത് രണ്ടും. ചരിത്രം വളരെ മനോഹരമായിട്ടുള്ളതാണ്. ദെൻ വസനം, വസനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആലയം, വീട്. അപ്പം നമ്മുടെ മൃഗശീർഷം പിടിച്ചിട്ട് നമുക്ക് രണ്ട് കൈകൾ കൊണ്ട് മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ കാണിച്ചാൽ ആലയം, വീട് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ അത് ഇവിടെ കാണിച്ചാലും മതി. വസനം മധുരം. വലിതം, വലിതം എന്ന് വെച്ചാൽ ആ ഗ്രേറ്റ്നെസ്, എല്ലാത്തിലുമുള്ള ശ്രേഷ്ഠത. അപ്പൊ അത് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടുമുള്ള ശ്രേഷ്ഠത അത് മധുരം. വസനം മധുരം, വലിതം മധുരം. ചലിതം, ഇപ്പൊ നമ്മൾ കൃഷ്ണന്റെ മുദ്ര പിടിച്ച് രണ്ട് സൈഡിലേക്ക് ഒന്ന് ചാടുക. ചലിതം മധുരം, അതിമനോഹരമാണ്. അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ്, ഭഗവാന്റെ മൂവ്മെന്റ്സ് അതിമനോഹരമാണ്. ചലിതം മധുരം. ഭ്രമിതം, ഭ്രമിതം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടനെ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. അപ്പോ അതിന് ഏത് രീതിയിലാണ് അതിന്റെ ഒരു ഡീപ്പ് മീനിങ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭ്രമിപ്പിക്കുന്നതെന്ന് ഇവിടെ പറയും. ഇപ്പം ഭഗവാൻ കാളിയ മർദ്ദനം ചെയ്യുന്നത് കണ്ടാൽ നോർമൽ ഒരാൾക്കും സഹിക്കൂല, ദഹിക്കൂല. ഒരു പാമ്പിന്റെ മുകളിൽ ചെന്നൊരു ബാലൻ നൃത്തം ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളാണ് അതൊക്കെ, അല്ലെ? വാ തുറന്ന് കാണിച്ചാൽ 14 ലോകം കാണുന്നതൊക്കെ. അപ്പൊ ആ ഭ്രമം, നമുക്കുണ്ടാകുന്ന ഭ്രമം എന്നുള്ള അർത്ഥത്തിൽ കണ്ണുകൾ കൊണ്ട് ആ ഭ്രമം കാണിക്കാം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോ ഭ്രമിതം
അതും ഇതും എല്ലാം പല രീതിയിൽ. അപ്പൊ ഇത് നമ്മള് പറയല്ലോ എന്തെല്ലാം വേലത്തരങ്ങളാണ്, ഡിഫറെന്റ് വേസ് ഓഫ് ഡൂയിങ് സംതിങ്, അതൊക്കെയാണ് നമ്മൾ കാണിക്കുക. അപ്പൊ ആ ഭ്രമിതം 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 മധുര ഭ്രമിതം മധുരം ലാസ്റ്റിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. വീണ്ടും മധുരാധിപതേ രഖിലം മധുരം, എല്ലാം, അതായത് അങ്ങയെ സംബന്ധിച്ചതെല്ലാം മധുരം. അതാണ് രഖിലം മധുരം എന്ന് പറയുന്നത്. ഇനി അതിന്റെ അടുത്തിലേക്ക് വരുവാണെങ്കിൽ വേണൂർ മധുര, രേണൂർ മധുര. അപ്പോ വേണൂർ എന്ന് പറഞ്ഞാൽ ഓടക്കുഴലാണ്. അപ്പം അദ്ദേഹം ഓടക്കുഴൽ ഊന്ന് വേണൂർ മധുര രേണൂർ, കാൽപാദത്തിലെ പൊടിയാണ്. രേണൂർ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ പാദത്തിലെ ധൂളികൾ പോലും നടന്നു പോകുമ്പോൾ ആ കാൽപാദത്തിൽ പറ്റിപ്പോരുന്ന ആ പൊടി പോലും അതുപോലും വളരെ സ്വീറ്റ് ആണ്. അപ്പൊ അതിന് ഞാൻ പാദം കേട്ടോ, പാദം കാണിച്ചിട്ട് അതിൽ നിന്ന് ആ പൊടി ഇങ്ങനെ എടുത്തിട്ടാ മതി. ആ പൊടി ഊതിക്കളഞ്ഞാലും മതി, അത് പൊടിയാണ്. എന്റെ രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ട്. എനിക്കിങ്ങനെ കുറച്ചും കൂടെ ഇച്ചിരി എന്താ പറയാ ഭാവാത്മകമായി ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അതിന്റെ കറക്റ്റ് ഇങ്ങനെയും പാടുമെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അപ്പം കാൽപാദത്തിൽ നിന്ന് ആ പൊടിയെടുത്ത് അതുപോലും മധുരമാണ് എന്ന് നമുക്ക് കാണിക്കാം. അപ്പൊ രേണൂർ മധുര. അടുത്തത് പാണിർ മധുര. പാണി എന്ന് വെച്ചാൽ കൈകൾ. അപ്പോ ഈ മനോഹരമായ കൈകൾ അത് അതിമനോഹരമാണെന്ന് കാണിക്കാം, മനോഹരമാണ്. ദെൻ പാദവും മധുര. അതവിടെ രേണൂർ നമ്മുടെ പാദത്തിലെ പൊടികളാണെങ്കിൽ ഇത് പാദമാണ് പറയുന്നത്. അപ്പൊ അതിനൊരു കാര്യം ചെയ്യേണ്ടത്, രണ്ട് കാലും പൊക്കി ഭഗവാന്റെ ഇരുന്നൊക്കെ ഡാൻസ് പഠിപ്പിക്കണം. ആദ്യമായിട്ടായിരിക്കും ഇല്ലെങ്കിൽ അല്ലെ സർക്കസ് കാണിക്കുന്നത്. അപ്പൊ എന്താണ് കാൽപാദങ്ങൾ തന്നെ ഉയർത്തി പൊക്കി കാണിച്ചിട്ട് അത് മധുര മീൻ അതും സ്വീറ്റ് ആണ് എന്നുള്ളൊരു മൂമെന്റില് എക്സ്പ്രഷൻ കൊടുക്കുക. നൃത്യം മധുരം, സഖ്യം മധുരം. നൃത്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഡാൻസ്, അത് വീണ്ടും നമുക്ക് ഡാൻസ് മൂവ്മെന്റ്സ് ആണ്. അപ്പോ ഏത് മൂവ്മെന്റിൽ നമുക്കത് ചെയ്യാം. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ചെയ്യുന്നില്ല, എന്നാലും നിങ്ങൾ ഡാൻസ് അല്പം പഠിച്ചവർക്ക് അതെന്തും ചെയ്യാം കേട്ടോ. അപ്പൊ അതൊരു നൃത്തമാണ്. അല്ലെങ്കിൽ കൈ മുദ്ര പിടിച്ചിട്ട് നാലിനെ എടുത്താലും നൃത്തമാണ്. നൃത്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് ആണ്. അപ്പൊ അത് അതിമധുരമാണ്. സഖ്യം മധുരം, അദ്ദേഹത്തോടുള്ള ഫ്രണ്ട്ഷിപ്പ്, അതായത് ഭഗവാന്റെ അദ്ദേഹത്തോടുള്ള സഖ്യം. അപ്പൊ നമ്മൾ തോളോട് തോൾ ചേർന്ന് ആലിംഗനം ചെയ്താൽ അതൊരു സഖ്യമാണ്, സഖ്യത്തെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഭഗവാനോട് ചേർന്നുള്ള സൗഹൃദം, സഖി അഥവാ സഖൻ, സഖ അല്ലെ തോഴൻ, അത് കാണിക്കാം. അപ്പോ ആ ഭഗവാനോട് ചേർന്നുള്ള ആ ഫ്രണ്ട്ഷിപ്പ് അത് മധുരമാണ്, അല്ലെങ്കിൽ അത് സ്വീറ്റ് ആണ്. മധുരാധിപതേ രഖിലം മധുരം. ഇത്രയാണ് അടുത്തതിൽ വരുന്നത്. ഞാനിതെല്ലാം പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും നമ്മളൊരു ഡാൻസ് പഠിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ആരും എന്തും പറഞ്ഞു കേട്ട് അങ്ങനെ തന്നെ ചെയ്യരുത്. നമുക്കൊന്ന് റിസർച്ച് ചെയ്യാൻ, ഒന്ന് അന്വേഷിക്കാൻ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ, ചെയ്യാൻ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് ഗീതം മധുരം. അടുത്തത് നമ്മൾ വീണ്ടും പാട്ടിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ ഈ ഗീതം എന്ന് പറയുമ്പോൾ ഓടക്കുഴൽ മാത്രമല്ല എന്ന് ഓർക്കണം, അത് പാട്ടാണ്. അപ്പം ഗീതം മധുരം എന്ന് പറയുമ്പോൾ പാട്ട്, അല്ലെങ്കിൽ ഗീതം എപ്പോഴും നമ്മൾ ഈ താളടിച്ച് കാണിക്കണം. അല്ലാതെ നമുക്ക് ഗീതം ഭഗവാൻ ഓടക്കുഴൽ ഊത് മാത്രമല്ല പാടുകയും ചെയ്യും. ഗീതം മധുരം. പീതം എന്ന് വെച്ചാൽ കുടിക്കുന്നത്. അദ്ദേഹം മദ്യം കുടിക്കുമെന്നല്ലായിരിക്കും അതിന്റെ അർത്ഥം. ഇനി ഏതായാലും ആ വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് കാണിക്കുക, അത് പീതം. അത് വളരെ ആ കുടിക്കുന്നത് കാണാനാണ് മധുരം, അല്ലാണ്ട് കുടിക്കുന്നതിൽ മധുരം ഉണ്ടെന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ആ പീതം അത് മധുരം. അതുപോലെ അടുത്തത് ഭുക്തം മധുരം. ഭക്ഷണം കഴിക്കുന്നത് വളരെ നമ്മളെയൊക്കെ പോലെ ആക്രാന്തം പിടിച്ച് തിന്നുമല്ല, രണ്ട് കൈയിലും എടുത്തൊന്നും തിന്നില്ല. ഭഗവാൻ വളരെ സ്ലോയില് മനോഹരമായിട്ടാണ് കഴിക്കുന്നത്. ചില കാഴ്ചകളൊക്കെ ഇങ്ങനെ ഭംഗിയാണ്. ചിലർ വസ്ത്രം ഉടുത്തിരിക്കുന്നത് കാണാൻ ഭംഗിയാണ്, വസ്ത്രം ചെയ്യുന്നത് കാണാൻ ഉടുക്കുന്നത് കാണാൻ, ചിലർ വീട്ടു ജോലികൾ ചെയ്യുന്നത് കാണാൻ വളരെ അഴകാണ്. ചിലർ വാരി വലിച്ചെല്ലാം കൂടെ പറക്കി കൂട്ടി ചെയ്യണം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നത്, ഭുക്തം ഭക്ഷണം കഴിക്കുന്നത് കാണാൻ മധുരമാണ്. അതുപോലെ സുപ്തം എന്ന് വെച്ചാൽ ഉറങ്ങുന്നത്, ആ ഭഗവാന്റെ ഉറക്കം അതിങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം. രണ്ട് കൈയും മേളിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. സുപ്തം മധുരം. രൂപം മധുരം, ഭംഗിയുള്ള രൂപം. ഞാൻ എല്ലാ പിള്ളേരുടെ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, ഒരു രൂപം കാണിക്കുമ്പോൾ ഇങ്ങനെ കൈ ആകാശം മുട്ടപ്പൊക്കി കാണിച്ചാൽ ഇതൊരു ആചാര ബാഹുവാണെന്ന അർത്ഥമാണ്. അത്രയും നമ്മൾ നമ്മുടെ മുൻപിൽ ആ ഭഗവാന്റെ
ആ രൂപം മധുരം, അതിമനോഹരമാണ്. പിന്നെ തിലകം, ആ തിലകം അത് വേണേൽ നിങ്ങൾക്ക് എടുത്ത് തൊടാം. ഇത് ഇങ്ങനെ എടുത്ത് ആ തിലകം ഗോപിയാണ്. അപ്പൊ 2 വിരൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ വി ഷേപ്പിൽ വരയ്ക്കാം, അതല്ലെങ്കിൽ ഒറ്റ കൈ കൊണ്ട് വരയ്ക്കാം കേട്ടോ. തിലകം മധുരം മധുരാധിപതേ. അപ്പൊ എപ്പോഴും മധുരാധിപതേ മധുര കാണിക്കണം എന്നില്ല, ഓരോന്നിലും ഭഗവാന്റെ ഓരോ പോസ്റ്റ് ചെയ്താലും മതി. മധുരാധിപതേ രഖിലം മധുരം, എല്ലാം മധുരമാണ്. അടുത്തത് കരണം മധുരം, തരണം മധുരം, ഹരണം മധുരം, രമണം മധുരം. കരണം എന്ന് വെച്ചാൽ പ്രവൃത്തികളാണ്. നമ്മൾ പറയില്ലേ വിവിധ ആക്ടിവിറ്റീസ് ആണ്. അപ്പോ ഇത് ഈ ആക്ടിവിറ്റീസ് എന്ന് പറയും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കാണിക്കുന്നതിന് പകരം നമ്മളുണ്ടാവും കരണം മധുരം. അത് ഇത് എന്തെല്ലാം ചെയ്യുന്ന നോക്കിയേ, കരണം ആ ചെയ്യുന്നതെല്ലാം കരണം മധുരം അങ്ങനെ എടുക്കുക. തരണം മധുരം എന്ന് പറഞ്ഞാല് യുദ്ധം ചെയ്യുന്നത്, യുദ്ധം ചെയ്ത് മോക്ഷം തരുന്നത്. അപ്പോ വേണമെങ്കിൽ നമുക്ക് മോക്ഷം തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വിജയിക്കുന്നത് അത് മധുരമാണ്. അതുപോലെ ഹരണം മധുരം. ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വസ്ത്രഹരണം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് കക്കുന്നത്, മുഷ്ടി ഇങ്ങനെ പിടിച്ച് 2 കണ്ണുകൊണ്ടും കാണിച്ച് കട്ടെടുക്കുന്നത്, ആ ഹരണം അത് മനോഹരമാണ്. അതുപോലെ തന്നെ പിന്നെന്താണ് രമണം, അതായത് കളികള്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൈ ഇവിടെ വയ്ക്കുക, എന്നിട്ട് കാല് പൊക്കി നമ്മൾ ചാടി, അതൊരു സ്പോർട്ട് പോലെ, അതല്ലെങ്കിൽ പന്ത് തട്ടി ഈ കളിക്കുന്നത്. ഇന്നത്തെ കാലമല്ലല്ലോ, അല്ലെങ്കിൽ ഇന്നാണിപ്പോ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന കാണിക്കായിരുന്നു, വോളിബോൾ കളിക്കുന്ന കാണിക്കായിരുന്നു, അതൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബോള് ഇങ്ങോട്ട് തട്ടി അത് നല്ല ഭംഗിയുള്ളതാണ്. സ്പോർട്സ് നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ ഇതിൽ ഒരു ഇതും കൂടെ കേട്ടോ, ആ സ്പോർട്സ് വെച്ചിരിക്കുന്നത് ബോള് തന്നെ ആവണമെന്നില്ല. ലവ് സ്പോർട്സ് എന്ന് ഒരു പ്രത്യേക ഒരു മീനിങ് പറയുന്നത് എന്ന് വെച്ചാൽ പ്രണയം കൊണ്ടുള്ള കളികൾ. അതായത് ആ വസ്ത്രം എടുത്തോണ്ട് പോയത്, ഗോപികമാര് പോകുമ്പോൾ കല്ലെടുത്തെറിയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം അവിടെ. ഇതൊക്കെയാണ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് വരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. വമിതം മധുരം. വമിതം എന്ന് പറഞ്ഞാൽ ഓഫറിങ്സ്, നമുക്ക് തരുന്നത്, അദ്ദേഹം ഓഫർ ചെയ്യുന്നതെല്ലാം അതിമനോഹരമാണ്. ശമിതം മധുരം. അപ്പം ശമിതം എന്ന് വെച്ചാൽ മുഖഭാവം. അപ്പം ഈ മുഖത്തിന്റെ ഭാവങ്ങൾ അതെല്ലാം ഇതാണ് മധുരാധിപതേ രഖില മധുരം. അടുത്തത് ഗുഞ്ച മധുര, മാലാ മധുര, യമുന മധുര, വീശി മധുര. അപ്പം ഗുഞ്ച മധുര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിത്ത്, ഒരു പഴം, അതുകൊണ്ടുള്ള മാല. അപ്പൊ നമുക്കത് 2 കൈ കൊണ്ട് കാണിക്കാം. അപ്പം ഇങ്ങനെ ഇതാണ് മുദ്ര പിടിക്കാൻ പാടുള്ളൂ. അപ്പം ഗുഞ്ച മധുര. പിന്നെ പൂക്കൾ കൊണ്ടുള്ള മാല, വനമാല എന്ന് നമ്മൾ പറയില്ലേ, പൂക്കൾ കൊണ്ട് താഴെ വരെ പോകുന്ന മാല, അത് മനോഹരമാണ്. പിന്നെ യമുന മധുര, വീശി മധുര. യമുന നദി വളരെ മനോഹരമാണ്. അതിന്റെ തിരമാലകൾ, അപ്പൊ അത് വട്ടത്തിലൊന്ന് കറങ്ങിയെടുത്താൽ നല്ലതാണ്. കാരണം റിപ്പിൾസ് എന്ന് പറയും, ചുഴി, ചെറിയ ചുഴികൾ, തിരകൾ കൊണ്ടുണ്ടാകുന്ന ചുഴികള്, അത് അതിമനോഹരമാണ്. സലിലം മധുരം. സലിലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം, അതിലെ വെള്ളം, സലിലം മധുരം, കമലം മധുരം. അപ്പോ സലിലം വെള്ളം എടുത്ത് നമ്മൾ തെറിപ്പിച്ചു. സലിലം മധുരം, കമലം മധുരം, താമരപ്പൂക്കൾ മധുരം, മധുരാധിപതേ. ഇവിടെ ഇങ്ങനെ വേണേ നമുക്ക് കാണിക്കാം, അങ്ങ് മധുരാധിപതേ രഖിലം മധുരം, അത് വേണേ കാണിക്കാം. അടുത്തത് ഗോപി മധുര, ലീല മധുര. ഗോപി എന്ന് വെച്ചാൽ ഗോപികൾ, അതായത് നമ്മള് കുടം പിടിച്ചിട്ട് ഗോപസ്ത്രീകള്. ഗോപി മധുര, ലീല മധുര. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് ഒരുമിച്ച് എടുക്കാം. അപ്പം ഗോപി മധുര, ലീല എന്ന് വെച്ചാൽ ഭഗവാന്റെ കളികളാണ്. അപ്പൊ അവര് ഇങ്ങനെ പോകുന്ന സമയത്ത് ഗോപി മധുര, പെട്ടെന്ന് തുണി മേളിൽ നിന്ന് പിടിച്ച് വലിക്കുമ്പം അവര് നോക്കുന്നത് കാണിക്കാം, അല്ലെങ്കിൽ കുടം താഴെ വീണ് പൊട്ടി അത് കാണിക്കാം, എന്നിട്ട് ചിരിക്കുക. ഇതെല്ലാം മധുരമാണ്, നമുക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. അപ്പൊ മധുര. ദെൻ യുക്തം മധുരം, മുക്തം മധുരം. ഭഗവാനോട് ഉള്ള ചേരൽ, ആ യൂണിയൻ അത് മധുരമാണ്. അതിൽ നിന്ന് കിട്ടുന്ന മുക്തി, മോക്ഷം ഭഗവാൻ നമുക്ക് തരുന്നത് അത് മധുരമാണ്. ദൃഷ്ടം മധുരം, ശിഷ്ടം മധുരം. ദൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ നോക്കുന്നത്, അതായത് ഭഗവാന്റെ ഇടം കണ്ടുകൊണ്ടുള്ള നോട്ടങ്ങൾ, ചെറിയ ഗ്ലാൻസസ്, അതെല്ലാം അതിമനോഹരമാണ്. ദൃഷ്ടം മധുരം. ശിഷ്ടം മധുരം എന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കിട്ടുന്ന നമുക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ
ഒരു കേർട്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഭഗവാന് ഇത്രയധികം നമ്മൾ സമർപ്പിക്കുമ്പോൾ ഉള്ള ഒരു നന്ദി, ഒരു ആരാധന, അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു കേർട്സി ഉണ്ട്, ഒരു കൃതജ്ഞത എന്നുള്ള രീതിയിൽ എടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം. അപ്പൊ അതിന് ഇത്രയേ ഉള്ളൂ. ഒന്ന് ഒരു ചെറിയ ബോഹെഡ്, ദെൻ നമ്മൾ എല്ലാവർക്കും ഭഗവാൻ അതനുസരിച്ച് ആ കൊടുക്കുന്നത് അതും കൂടെ കാണിക്കുക. എനിക്കിങ്ങനെയാണെങ്കിൽ 2 സൈഡിലേക്കും അനുഗ്രഹം കൊടുക്കുന്നത് കാണിക്കുക, അല്ലെങ്കിൽ 2 സൈഡിലേക്കും കൈ കൂപ്പി കാണിക്കുക. ഭഗവാനും ഉണ്ടൊരു നന്ദിയൊക്കെ അല്ലെ, നന്ദി ഇല്ലാത്ത കൂട്ടരൊന്നുമല്ലല്ലോ ദൈവങ്ങൾ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൃതജ്ഞത അത് കാണിക്കുക. എനിക്ക് മനസ്സിലായ അർത്ഥമാണ് കേട്ടോ, അതിന് അറിയുന്നവർ വേറെ ഉണ്ടാവുമായിരിക്കും, അവരത് നോക്കിക്കൊള്ളുക. പിന്നെ ബാക്കിയെല്ലാം മധുരമാണ്. ഗോപാ മധുര ഗാവോ മധുര. എഗെയിൻ ഇതാണ് ഗോപാ മധുര എന്ന് പറഞ്ഞാൽ ഗോപന്മാര്. അപ്പോ ഗോപന്മാർക്ക് മീശയൊന്നുമില്ല, എന്നാൽ ഞാൻ കാണിക്കുകയാണ്, അത് ബോയ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ മനസ്സിലാകാന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ മതി, ഗോപാ മധുര. ഈ കുറെ പേര് ഗോപ, മധുര, കൗവ് പശുക്കള്, എന്താണ് ഗോക്കള് മധുര. ഇത് നമുക്ക് ചാടി തുള്ളിയത് കാണിക്കാം. ഗോപ മധുര. പിന്നെ യഷ്ടിർ മധുര, സൃഷ്ടിർ മധുര. യഷ്ടിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വടി, ഈ ഭഗവാൻ ഇങ്ങനെ ഒരു വടി ചുഴറ്റി അതിങ്ങനെ പുറകെ പിടിച്ചേക്കാൻ കിട്ടില്ലേ, അല്ലെങ്കിൽ ആ വടി ഇങ്ങനെ എടുത്തതാ ഈ എളിയിൽ ഇങ്ങനെ കുത്തി നിർത്തി കൈ വയ്ക്കുന്നത് കാണിച്ചാൽ അത് മതി. സൃഷ്ടിർ മധുര എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സൃഷ്ടികൾ, ഈ ക്രിയേഷൻസ് എന്ന് പറയുന്നത് എന്തുമായിക്കോട്ടെ നമുക്ക് മനസ്സിലാകുന്ന അർത്ഥത്തിൽ നമ്മൾ അടിവയറ്റില് പതാക പിടിച്ച് അലപത്മം കാണിച്ചാൽ സൃഷ്ടിർ മധുര. പിന്നെ അടുത്തത് എന്താണ്, ദളിതം മധുരം, ഫലിതം മധുരം. ദളിതം വിക്ടറി, വിജയങ്ങൾ, അതെല്ലാം മധുരമാണ്. അത് ഓരോ കൈ കാണിക്കാം. ദളിതം മധുരം. പിന്നെ നേട്ടം, ഇത് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭഗവാന് കിട്ടിയതാണ്, നമുക്കല്ല കേട്ടോ. ഭഗവാന്റെ വിജയം, എത്ര കാര്യങ്ങൾ വിജയങ്ങൾ നേടി. ഇപ്പൊ ഇവിടെ ഇത് ഒന്നും, അതായത് എല്ലാം ഒരുമിച്ച് കാണിക്കണമെങ്കിൽ ആ ഗീതോപദേശം മാത്രം കാണിച്ചാൽ മതി. അർജുൻ ഇതാക്കുന്നത് അതൊരു വിജയമാണ്, ഭഗവാന്റെ നേട്ടം കൂടിയാണ്. ആ യുദ്ധത്തിൽ ഈ പറഞ്ഞ ഗീതോപദേശമൊക്കെ കൊടുത്തതും ഭഗവാനെ ഇതാക്കിയതും ഒക്കെ നേട്ടങ്ങളാണ്. അപ്പൊ ഒന്നുകിൽ ആ ഗീതോപദേശം കൊടുത്ത് ഭഗവാൻ ഉണ്ടാക്കിയ നേട്ടത്തെ കാണിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ വിജയങ്ങളെ കാണിക്കാം, എന്നിട്ട് കിട്ടിയ നേട്ടങ്ങൾ എന്നുള്ള രീതിയിൽ കാണിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ഉയർന്നത് പ്രശസ്തി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉയർന്ന അക്കംപ്ലിഷ്മെന്റ്സ് കിട്ടി എന്നുള്ളത് കാണിക്കാം. മധുരാധിപതേ രഖില മധുരം. ഇത് ഞാനിത് ചെയ്യാത്തതിന്റെ ഇടയ്ക്കുള്ള ബിറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ വീഡിയോ ഒരു അരമണിക്കൂർ പോകും. അപ്പൊ ഓരോരുത്തരും പാടിയിട്ടിരിക്കുന്ന ഓരോ രീതിയിലാണ്. പക്ഷെ ഒട്ടുമിക്ക പാട്ടുകളിലും ഈ ശ്ലോകം ഇങ്ങനെ കണ്ടിന്യൂസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നടക്കുക, ബാക്കിലേക്ക് നടക്കുക, ഒന്ന് മൂവ് ചെയ്യുക, അത്തരം രീതിയിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. നിങ്ങളത് കമ്പോസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. തന്നെ കമ്പോസ് ചെയ്യും കൂടെ ചെയ്യാനും കൂടെ ഉള്ളൊരിത് കാണിക്കുക ഈ മുദ്രകളൊക്കെ വെച്ചിട്ട്. സോ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഞാൻ ഇവിടെ പൂർണ്ണമാക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. നന്ദി.